ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 9/2/2019 നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്യൂൺ അറ്റൻഡറാണ് എക്സാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് ആവർത്തിച്ച് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരായിരുന്നു? വേലുത്തമ്പി ദളവ. നമ്മൾ ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല, നേരെ നമ്മൾ ഉത്തരം മാർക്ക് ചെയ്തിരിക്കുകയാണ്. സമയം വേസ്റ്റ് ആക്കണ്ട. അപ്പോൾ കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരായിരുന്നു? വേലുത്തമ്പി ദളവ. കേരളത്തിൽ ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ചുമതലയുള്ളത് ഡേഷിനാണ്. ഉത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം തെലുങ്കാന. മഹാത്മാഗാന്ധി നിർമ്മിച്ച വിദ്യാഭ്യാസ മാതൃകയാണ് വാർധ പദ്ധതി. സംസ്ഥാന പുനർസംഘടനാ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1956 സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രാജ്യം ഏതാണ്? ഉത്തരം ജപ്പാനാണ്. ഏഴാമത്തെ ഉത്തരം ജപ്പാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും ദരിദ്രരുള്ളതും ഉത്തർപ്രദേശിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പട്ടമാണ്. ആദികാവ്യം എന്നറിയപ്പെടുന്നത് രാമായണമാണ്. 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏതാണ്? ഉത്തരം പുലിമുരുകനാണ്. ലോകസഭയിലെ ആദ്യ വനിതാ സ്പീക്കർ ആരായിരുന്നു? മീര കുമാറാണ്. ലോകസഭയിലെ ആദ്യ വനിതാ സ്പീക്കർ മീര കുമാർ. അനശ്വര പൈതൃകത്തിൻ്റെ മഹൽ കലാസൃഷ്ടിയായി യുനെസ്കോ പ്രഖ്യാപിച്ച കേരളീയ കലാരൂപമാണ് കൂടിയാട്ടമാണ്. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗ്രന്ഥമാണ് ഉത്തരം ഘോര. അപ്പം നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നമ്മൾ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൃതികളൊക്കെ പഠിക്കുക. അതേപോലെ ഏത് ആളെ പഠിക്കുകയാണെങ്കിലും, കാരണം താഴെ കുമാരനാശാൻ്റെതല്ലാത്ത കൃതി ഏതെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി എന്ന വരികൾ ആര് രചിച്ചതാണ്? ഉത്തരം അംശി നാരായണപിള്ള. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി എന്ന വരികൾ രചിച്ചത് അംശി നാരായണപിള്ളയാണ്. മാഗ്ന കാർട്ട ഒപ്പുവെച്ച രാജാവ് ആരാണ്? ജോൺ രാജാവാണ്. മാഗ്ന കാർട്ട ഒപ്പുവെച്ച രാജാവ് ജോൺ രാജാവ്. യുഗപുരുഷൻ എന്ന മലയാള ചലച്ചിത്രം ആരുടെ ജീവിത കഥയാണ് ചിത്രീകരിക്കുന്നത്? ശ്രീനാരായണ ഗുരു. ജനനവും മരണവും പൊതു അവധി പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു, അല്ലേ? അദ്ദേഹത്തിൻ്റെ ജീവിത കഥയാണ് യുഗപുരുഷൻ. സാധുജന പരിപാലന സംഘത്തിൽ രൂപം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘത്തിന് രൂപം നൽകിയത്. ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച വർഷം 1988 ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ചത്. ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിലായിരുന്ന ബാങ്കുകളെ ആദ്യമായി ദേശസാൽക്കരിച്ച വർഷം 1969 ഇന്ത്യ സ്വകാര്യ മേഖലയിലായിരുന്ന ബാങ്കുകളെ ആദ്യമായി ദേശസാൽക്കരിച്ചത്. സംയോജിത ശിശു വികസന പദ്ധതി പ്രകാരം സാമൂഹ്യ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അംഗൻവാടി. സംയോജിത ശിശു വികസന പദ്ധതി പ്രകാരം സാമൂഹ്യ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അംഗൻവാടി. ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണം ആരംഭിച്ച വർഷം 1991. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഏക മലയാളി.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഏക മലയാളിയാണ് ശ്രീ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ എന്നും പറയും. മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയാണ് ഏതാണ്? ആംനസ്റ്റി ഇൻ്റർനാഷണൽ. നമുക്കെല്ലാം അതാണെന്ന് തോന്നും. മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര സംഘടന ആംനസ്റ്റി ഇൻ്റർനാഷണൽ തന്നെയാണ്. ഇനി അടുത്തത് 2015 വിവരാവകാശ നിയമം പാസാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ച പ്രധാന സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. ലളിത കലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ലളിത കലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് തോറിയം. കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകമാണ് തോറിയം. ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം ഇബ്രാഹിംപൂരാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസി രഹിത ഗ്രാമം ഇബ്രാഹിംപൂർ. ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് പാക് കടലിടുക്കാണ് കേട്ടോ. ഗംഗാ നദിയുടെ പോഷക നദി അല്ലാത്തത് ഏതാണ്? ഉത്തരം ബിയാസ്. ഗംഗാ നദിയുടെ പോഷക നദി അല്ലാത്തത് ഏതാണ്? ബിയാസ് ആണ്. ഒരു പ്രധാന ഖാരിഫ് വിളയാണ് ഏത്? നെല്ല്. അതേപോലെ വിളകൾ പഠിക്കുക, വിളകളുടെ വിളവെടുപ്പിൻ്റെ സമയം പഠിക്കുക, ഏതൊക്കെ മാസങ്ങളിലാണ് പഠിക്കുക. അരവിന്ദ് പനഗരിയ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ഉപാധ്യക്ഷനാണ്? നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷനാണ്. അത് കറണ്ട് അന്നത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ആരാന്ന് നോക്കണേ. പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 5 ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറേ തീരത്തുള്ള പ്രധാന തുറമുഖം കാണ്ഡ്ലയാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറേ തീരത്തുള്ള പ്രധാന തുറമുഖം കാണ്ഡ്ല. സൂയസ് കനാൽ ദേശസൽക്കരിച്ച ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറാണ്. ഗമാൽ അബ്ദുൽ നാസർ. സോവിയറ്റ് യൂണിയൻ്റെ അവസാനത്തെ പ്രസിഡന്റ് മിഖായേൽ ഗോർബച്ചേവ് ആണ്. ഇന്ത്യയിലെ വില നിയന്ത്രണവും കമ്പോള നിയന്ത്രണവും ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരായിരുന്നു? അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു. ഇന്ത്യയിലെ വില നിയന്ത്രണവും കമ്പോള നിയന്ത്രണവും ഏർപ്പെടുത്തിയ ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. മുഗൾ രാജവംശ സ്ഥാപകനാരാണ്? ഉത്തരം ബാബറാണ്. കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? പട്ടികവർഗമാണ്, ജാതിയല്ല. വർഗം വയനാടാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ്? അയ്യ വൈകുണ്ഠ സ്വാമികളുടെ ജന്മസ്ഥലമാണ് സ്വാമിത്തോപ്പ്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇത് തന്നെയാണ് ഫുൾ സോളാർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വിമാനത്താവളം കേട്ടോ. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാമിനെയാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഉദാഹരണമാണ് ഇന്ത്യൻ റെയിൽവേ. ഇവിടെ മൈക്രോസോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഹിന്ദുസ്ഥാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടാറ്റ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഉദാഹരണം എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യൻ റെയിൽവേ. നെല്ല് കൃഷി ചെയ്യുമ്പോൾ വേണ്ട അനുയോജ്യമായ ഊഷ്മാവ്
20 ഡിഗ്രി സെൽഷ്യസിൻ്റെയും 27 ഡിഗ്രി സെൽഷ്യസിൻ്റെയും ഇടയിലാണ് കേട്ടോ. സംസ്ഥാന നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഗവർണറാണ്. സംസ്ഥാന നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഗവർണറാണ്. തിരുക്കുറൾ രചിച്ചത് തിരുവള്ളുവരാണ്. ടെലിവിഷൻ കണ്ടുപിടിച്ചത് JL വേർഡ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. മഗധയുടെ തലസ്ഥാനം പറയുന്നത് പാടലീപുത്രമായിരുന്നു. സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമൃത്സറിലാണ്. അമൃത്സർ. ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂറിനകം ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്താൽ ഹാജരാക്കണം കേട്ടോ. 24 മണിക്കൂറാണ്. കേരളത്തിലെ തദ്ദേശ സ്വയം ഗ്രാമവികസന വകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പോൾ അത് 2019 ക്വസ്റ്റ്യൻ ആണല്ലോ. ശ്രീ MB രാജേഷാണ് കേട്ടോ. അന്തരീക്ഷത്തിൽ മഴവില്ലുണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം പ്രകീർണനമാണ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ആംബിയറാണ്. സിമ്പിൾ മൈക്രോസ്കോപ്പായി കോൺവെക്സ് ലെൻസിനെ ഉപയോഗിക്കുമ്പോൾ വലിപ്പം കൂടിയ വ്യക്തമായ പ്രതിബിംബം കാണുന്നതിന് വസ്തുവിൻ്റെ സ്ഥാനം എവിടെ ആയിരിക്കണം? ഫോക്കസിനും പ്രകാശ കേന്ദ്രത്തിനും ഇടയിലായിരിക്കണം. ഒരു വസ്തുവിന് സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. താപനില നിർണ്ണയിക്കുന്നതിനായി ബന്ധമില്ലാത്ത സ്കെയില്. അപ്പോൾ താഴെ 4 സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. താപനില നിർണ്ണയവുമായി ബന്ധമില്ലാത്തവയാണ് ചോദിച്ചത്. അപ്പം റിക്ടർ സ്കെയിലാണ്. ബാക്കിയെല്ലാം താപനില നിർണ്ണയവുമായി ബന്ധപ്പെട്ടതാണ്. ഫാരൻഹൈറ്റ് സ്കെയിൽ, സെൽഷ്യസ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ ഇതെല്ലാം താപനില നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നതാണ്. സിങ്കിൻ്റെ അയിര് ഏതാണ്? കലാമിനാണ്. സിങ്കിൻ്റെ അയിര് കലാമിനാണ്. CNG, LNG എന്നിവയിലെ പ്രധാന ഘടകങ്ങൾ മീഥൈനാണ് കേട്ടോ. ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാലാണ് ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം. പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ജൂൾ പെർ കിലോഗ്രാം. ബാക്കിയെല്ലാം എന്താണ്? ജൂൾ പെർ സെക്കൻഡ്, വാട്ട്, HP എല്ലാം പവറിൻ്റെ യൂണിറ്റുകളാണ്. സൗരയൂഥത്തിൽ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴമാണ് കേട്ടോ. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണമുള്ളത് വ്യാഴമാണ്. ഏറ്റവും വലിയ ഗ്രഹവും വ്യാഴമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല്ലാണ്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി വൈറസാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിറ്റാമിനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്? വിറ്റാമിൻ K. കട്ട എന്നുള്ളതിന് K, അങ്ങനെ ഓർത്ത് വെച്ചോളാം. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ്. രാത്രി സമയങ്ങളിൽ പുറത്തുവിടുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡാണ് കേട്ടോ. ശിശു മരണനിരക്ക് ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ശിശു മരണനിരക്ക് ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം.
കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെയാണ് ഇരവിക്കുളം നാഷണൽ പാർക്കിൽ സംരക്ഷിച്ചിട്ടുള്ളത്? വരയാട്. ഇരവി, അവിടെ ഇതിൽ വര, അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യൂല, മാറൂല. കാരണം ഓരോ സ്ഥലത്തും നക്ഷത്ര ആമകൾ, ചാമ്പൽ, മലയണ്ണാൻ, ഇങ്ങനെ ഓരോ സ്ഥലത്തുണ്ടല്ലോ. അതേപോലെ സിംഹവാലൻ, കുരങ്ങ്. അപ്പം നമ്മൾ ഓരോ സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യും, മാറും. അപ്പം ഞാൻ ഇങ്ങനെ കേട്ടോ പഠിച്ചു വച്ചിരുന്നത്. ഇരവിക്കുളം, അതേപോലെ തന്നെ വരയാട്. ഓക്കെ. കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? അപ്പോൾ കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരമാണ്. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. മനുഷ്യഹൃദയത്തിന് എത്ര അറകളാണ് ഉള്ളത്? 4 അറകളാണ് മനുഷ്യഹൃദയത്തിനുള്ളത്. ടി ഇൻറ്റു ഡി, ഡി ഇൻറ്റു ടി എന്നിവ ഏത് വിളയുടെ സങ്കരമാണ്? തെങ്ങാണ് കേട്ടോ. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിനാണ് BCG വാക്സിൻ.